പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, മതാധ്യാപകരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുഞ്ഞ് കൂട്ടുകാരെ, ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുവാനാണ് ഈ വിശുദ്ധ അൾത്താരയിൽ നമ്മളായിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും, ആപത്തിൽ താങ്ങായി നിന്നതിന്, ദുഃഖത്തിൽ സാന്ത്വനമായി നിന്നതിന്, അതുപോലെ തന്നെ ഒറ്റപ്പെട്ടപ്പോൾ കൂട്ടായി വന്നതിന്, എല്ലാത്തിനും ഈശോയ്ക്ക് നന്ദി പറയാം. വരുന്ന ഒരാഴ്ചക്കാലം അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുടെ കാലമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വന്ന വീഴ്ചകൾ ഓർക്കാം, ചെറുതും വലുതുമായിട്ടുള്ള വീഴ്ചകൾ, അതിനെല്ലാം മാപ്പും കാരുണ്യവും യാചിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുതപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശുക്രിസ്തുവേ, സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനീഹങ്കാവേ, കാരുണ്യം തൂകണേ ഞങ്ങൾ
തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങ് മാത്രം പരിപാവനൻ, അങ്ങ് താനേകനാം നാഥനും, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ പിതാവായ ദൈവമേ, സകല വിപത്തുകളും ഞങ്ങളിൽ നിന്ന് ദയാപൂർവം അകറ്റണമേ. അങ്ങനെ മനസ്സിന്റെയും ശരീരത്തിന്റെയും വിശുദ്ധി പ്രാപിച്ച് ഒരുപോലെ മോചനം നേടി സ്വതന്ത്ര മനസ്സോടുകൂടി അങ്ങേ പിൻചൊല്ലുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളേണമേ. വിജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. വിജ്ഞാനം പ്രഭാപൂർണവും ഒരിക്കലും നിഷ്പ്രഭമാകാത്തതുമാകുന്നു. അവളെ സ്നേഹിക്കുന്നവർ സുഗമമായി അവളെ ദർശിക്കും. അവളെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുകയും ചെയ്യും. അവളെ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി തൻ്റെ ദർശനം നൽകുന്നതിന് അവൾ ബന്ധപ്പെടുന്നു. അവളെ കാണാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവൻ നിരാശപ്പെടുകയില്ല. അവൾ അവൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നതായി അവൻ കാണും. അവളെപ്പറ്റി വിചാരിക്കുന്നത് വിവേകത്തിൻ്റെ പൂർണ്ണതയാണ്. അവളെ കാത്ത് ഉണർന്നിരിക്കുന്നവൻ അതിവേഗം സുരക്ഷിതനാകും. എന്തെന്നാൽ അവൾ ചുറ്റി നടന്ന് തനിക്ക് യോഗ്യമായവരെ അന്വേഷിക്കുന്നു. മാർഗമധ്യേ സന്തോഷപൂർവം അവൾ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും അവൾ സാധിച്ചു കൊടുക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമായ കർത്താവേ, എൻ്റെ ആത്മാവ് അങ്ങയെ ദാഹിക്കുന്നു. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, എൻ്റെ ആത്മാവ് നിന്റെ ആത്മാവ് അങ്ങയെ ദാഹിക്കുന്നു. അങ്ങയുടേതായിരിക്കുന്നു. ദൈവമേ, അതിതീക്ഷ്ണമായി ഞാൻ അങ്ങയെ അന്വേഷിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങയെ ദാഹിക്കുന്നു. വെള്ളമില്ലാത്ത വരണ്ട ഭൂമി ദാഹിക്കുന്നത് പോലെ എൻ്റെ ശരീരം അങ്ങയെ അന്വേഷിക്കുന്നു. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, എൻ്റെ ആത്മാവ് അങ്ങയെ ദാഹിക്കുന്നു. അങ്ങയുടേതായിരിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ഞാൻ കാണുവാൻ വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ അങ്ങയെ ധ്യാനിച്ചു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ മെച്ചമാകുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമായ കർത്താവേ, എൻ്റെ ആത്മാവ് അങ്ങയെ ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ വാഴ്ത്തും. അങ്ങയുടെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തും. ശയ്യാതലത്തിൽ ഞാൻ അങ്ങയെ ഓർക്കുമ്പോൾ സന്തുഷ്ടമായ അധരങ്ങളോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, എൻ്റെ ആത്മാവ് അങ്ങയെ ദാഹിക്കുന്നു. ഉണർന്നിരുന്നു ഞാൻ അങ്ങയെ ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രാണൻ മജ്ജയും മേധസ്സും എന്ന പോലെ തൃപ്തിപ്പെടുന്നു. എന്തെന്നാൽ അങ്ങ് എൻ്റെ സഹായിയായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ആഹ്ലാദത്തോടെ കഴിയുന്നു. ദൈവമായ കർത്താവേ, എൻ്റെ ആത്മാവ് അങ്ങയെ അന്വേഷിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത ജനതകളെപ്പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഈശോയിൽ നിദ്ര പ്രാപിച്ചവരും ദൈവം അവിടത്തോടു കൂടെ കൊണ്ടുവരും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാഗരൂകരായിരിക്കുവിൻ, അതുപോലെ
തയ്യാറായിരിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ മനുഷ്യപുത്രൻ എപ്പോഴാണ് വരികയെന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു അന്യാപദേശം അരുളി ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രത്തിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരുവാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളം പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന ആർപ്പ് ഉണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്ക് തരിക. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾക്കും മതിയാകാതെ വരുന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നിൻ അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനം നമ്മെ പാപം മോചിപ്പിക്കട്ടെ. ആമേൻ. അല്പസമയം ഇരിക്കുക. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, മത അധ്യാപകരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 32ാമത്തെ ഞായറാഴ്ചയാണ്. ഈ ആണ്ടുവട്ടത്തിലെ 32ാമത്തെ ഞായറാഴ്ചയിൽ ഈ 10 കന്യകമാരുടെ ഉപമ യേശു നമ്മളോട് പറയുവാനായിട്ടുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഈ വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമ്മൾ ചോദിക്കും. നവംബർ മാസത്തിൻ്റെ ആഴ്ചയിലാണ് നമ്മൾ. അതോടൊപ്പം തന്നെ ലിറ്റർജിക്കൽ കലണ്ടർ, ആരാധനക്രമ വർഷത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ആരാധനക്രമം അവസാനിക്കും. ക്രിസ്തുരാജ തിരുനാൾ ആഘോഷിക്കും. അതോടൊപ്പം ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആവും. അതുകൊണ്ട് ആണ്ടുവട്ടത്തിൻ്റെ അവസാന ഞായറിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇനി 32, ഇനി 2 ആഴ്ച കൂടിയേ ഉള്ളൂ. അങ്ങനെ ഈ അവസാന ഭാഗത്തിലേക്ക് കടക്കുന്ന സഭാ സമൂഹത്തോട് സഭ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു ആവശ്യപ്പെടുന്നത്, ജാഗരൂകരായിരിക്കുവാനായിട്ടാണ്. ജാഗ്രത ആവശ്യമാണെന്ന് പറയുവാനായിട്ടാണ്. ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉറങ്ങി ഇരിക്കുകയോ ഉറങ്ങാതിരിക്കുകയോ ചെയ്യുന്നതല്ല എന്ന് ഇന്നത്തെ സുവിശേഷം മനസ്സിലാക്കി തരും. ജാഗ്രത എന്താണെന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാഗ്രതയാണ് ആവശ്യം, ഭയമല്ല, ജാഗ്രതയാണ് ആവശ്യമെന്ന് നമ്മൾ കൂടെ കൂടെ പരസ്യങ്ങളിലൂടെയും ഫോൺ വിളിക്കുമ്പോഴും എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാഗ്രത എന്താണെന്ന് അനുഭവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മോശമായിട്ട് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണർവ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, ഈ ഉണർവ് എന്ന് പറയുന്നത്
അല്ലെങ്കിൽ ജാഗ്രത എന്ന് പറയുന്നത് സജ്ജരായിരിക്കുകയാണ്. ജാഗ്രത എന്ന് പറയുന്നത് സജ്ജരായിരിക്കുക എന്നതാണ്. ഒരു പട്ടാളക്കാരൻ അവൻ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോഴും മറ്റെവിടെയും അവൻ ആയിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ഒരു ജാഗ്രതയുണ്ട്. അവൻ സജ്ജനാണ്. അവൻ എതിരാളി വന്നാൽ അവന് ഒരു ഉണർവുണ്ട്, അവന് ജാഗ്രതയുണ്ട്. അവൻ സജ്ജനാണെങ്കിൽ എതിരാളിയെ കീഴ്പ്പെടുത്തുവാനായിട്ട് അവന് കഴിയും. അല്ലെങ്കിൽ അവൻ സജ്ജനല്ല, ഉറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉണർന്നിരുന്നാൽ പോലും അവന് ശത്രുവിനെ നേരിടുവാനായിട്ട് കഴിയുകയില്ല. അപ്പോ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളോട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക സജ്ജരായിരിക്കുക എന്നതാണ്. ജാഗ്രത എന്നാൽ സജ്ജരായിരിക്കുക എന്നതാണ്. സുവിശേഷ ഭാഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. യഹൂദരുടെ പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ആചാര രീതികളും അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരും. ഈ സുവിശേഷ ഭാഗത്തിൽ ഈ യഹൂദ ആചാരത്തിൽ നടക്കുന്ന വിവാഹത്തെക്കുറിച്ചും വിവാഹശേഷമുള്ള വിരുന്നിനെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുമ്പോൾ ഇതെന്താണ് സംഭവമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് കണക്ക് വിവാഹമെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരാഴ്ച അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആചാര രീതികളാണ് യഹൂദ പാരമ്പര്യത്തിലുള്ളത്. അപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് മണവാളനും മണവാട്ടിയും, ഇവിടെ മണവാളൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മണവാളനും മണവാട്ടിയും വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കുവാനായിട്ട് കന്യകമാരെ ഒരുക്കി നിർത്തുന്ന രീതി അവർക്കുണ്ടായി. ഈ മണവാളൻ വരുന്നത് ഏത് സമയത്താണെന്ന് പോലും ഇവർക്ക് അറിഞ്ഞിരിക്കില്ല, ഈ സ്വീകരിക്കുവാനിരിക്കുന്ന ഈ കന്യകമാർക്ക്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഈ അന്യോപദേശത്തിൽ ഈ കന്യകമാർക്ക് ഒരു കടമ മാത്രമേ ഉള്ളൂ. എന്താണ്? മണവാളൻ വരുമ്പോൾ വിളക്ക് തെളിച്ച് സ്വീകരിക്കുക എന്ന്. അപ്പോൾ ഈ കന്യകമാരുടെ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ചില കാര്യങ്ങൾ അവസാന നിമിഷത്തേക്ക് വെച്ചാൽ വാങ്ങിക്കുവാനായിട്ട് കഴിയുകയില്ല. രണ്ടാമത്തേത് എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുവാനും കഴിയുകയില്ല എന്നത്. ടു ബി ലേറ്റ് ഈസ് എ ട്രാജഡി എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും ഒരു ജീവിത അനുഭവത്തിൽ നമ്മൾ ഒരുപാട് ലേറ്റായി പോയാൽ അത് ജീവിതത്തിൻ്റെ ദുരന്തമായിട്ട് മാറാമെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യത്തേത്, നമുക്ക് അവസാനത്തേക്ക് മാറ്റിവെച്ചാൽ ചിലത് നേടുവാനായിട്ട് കഴിയുകയില്ല എന്ന്. ഈ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാം, പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ പരീക്ഷ എളുപ്പമായിരിക്കും. ചില കുട്ടികളും ചില അനുഭവങ്ങളും നമുക്ക് തന്നെ ഉണ്ടാവാം. തലേ ദിവസം ഉറക്കമില്ല, ഉണ്ണാനും പറ്റുന്നില്ല. കാരണം എന്താ? നന്നായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു രാത്രി കൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടി അനുഭവിക്കുന്ന ഒരു വ്യഗ്രതയുണ്ട്, അല്ലെങ്കിൽ ടെൻഷനുണ്ട്. അത് പറഞ്ഞപ്പോഴേ ചിലരുടെയെങ്കിലും മുഖത്ത് ചില ചിരികളും ഒക്കെ വരുന്നുണ്ട്. എന്താണ് കാരണം? ടെൻഷനായിരിക്കും. ദൈവമേ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, എനിക്ക് സമയമില്ല, ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ, പരീക്ഷ 10 മണിക്ക് തുടങ്ങും, ഞാനൊന്നും പഠിച്ചിട്ടില്ല. ചിലർ കരച്ചിൽ തുടങ്ങും, ചിലർ കരയാൻ തുടങ്ങും, ചിലർ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. ചില ആൺകുട്ടികൾ കിടന്നുറങ്ങും പിന്നെയും. എന്നുവെച്ചാൽ ഒന്നും പഠിച്ചിട്ടില്ല, പരീക്ഷ ഇനി പഠിച്ചാലും എഴുതിയാലും ഒരുപോലെ ആയിരിക്കുമെന്ന്. ഈ ഒരു ചെറിയ അനുഭവത്തിലൂടെ കടന്നുപോയവരായിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും. ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ അവസരവും. ഞങ്ങളെ പഠിപ്പിച്ച ജെനി മാം എന്ന് പറയുന്ന ഒരു മാഡം എപ്പോഴും പറയുമായിരുന്നു, ഇനി ഒന്ന് പഠിച്ചാൽ നന്നായിട്ട് എഴുതാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതണമെന്ന്. കാരണം പരീക്ഷ എഴുതി കഴിയാൻ നേരത്താണ് കുട്ടി വിചാരിക്കുന്നത്
ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഈ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. നമ്മളും അത് തന്നെയായിരിക്കാം. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ആശിച്ചാൽ നേടുവാനായിട്ട് കഴിയാത്ത ഒരുപാട് കാര്യമുണ്ടെന്ന്. മരണക്കിടക്കയിൽ അന്ത്യകൂദാശ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കിടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നേടുവാനായിട്ട് കഴിയില്ലെന്ന്. അപ്പോൾ ആശിക്കും, ദൈവമേ, ഒരു വർഷം കൂടി അല്ലെങ്കിൽ ഒരു 2 വർഷം കൂടി എനിക്ക് തന്നിരുന്നെങ്കിൽ കുറച്ച് പുണ്യങ്ങളൊക്കെ ഞാൻ സമ്പാദിച്ച് സ്വർഗത്തിന് പ്രാപ്തനായി ഞാൻ ജീവിച്ചേനെ എന്ന്. പറ്റില്ല എന്ന്, അവസരമില്ല എന്ന്. ആ നിമിഷം ഒരുവൻ അനുഭവിക്കുന്ന വ്യഥ എന്തായിരിക്കും? ഒരുപാട് നന്മകൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ടുള്ള ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്നത് നഷ്ടപ്പെടുത്താതെ അത് പുണ്യം സമ്പാദിക്കുന്നതാക്കി മാറ്റണമെന്ന്. കാരണം അവസാനം ഓടി നടന്നാൽ ഒന്നും കിട്ടില്ലെന്ന്. 2ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കടം വാങ്ങാൻ കഴിയുകയില്ലെന്ന്. എൻ്റെ അപ്പൻ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്, നല്ലൊരു അപ്പനായിരുന്നു, ഒരുപാട് പേരെ സഹായിക്കും, പാവങ്ങളോടുള്ള മനസ്സുണ്ട്, രോഗികളെ സഹായിക്കും, അതുപോലെ തന്നെ സഭയെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് അപ്പൻ്റെ ഗുണം അല്ലെങ്കിൽ അപ്പൻ്റെ പുണ്യം ഇത്തിരി കടം വാങ്ങി സ്വർഗത്തിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചാൽ കടം വാങ്ങാൻ കഴിയുകയില്ലെന്ന്. കടം വാങ്ങാൻ കഴിയുകയില്ലെന്ന്. അവസാന ശ്വാസം നിലയ്ക്കുമ്പോൾ പിന്നെ ഒന്നും നിനക്ക് പുണ്യമായിട്ട് നേടാനായിട്ട് കഴിയുകയില്ലെന്ന്. നിന്റെ അപ്പനോ അപ്പുപ്പനോ സഹോദരനോ സഹോദരിയോ സുഹൃത്തോ ഒരുപാട് നന്മ ചെയ്തു എന്ന് പറഞ്ഞ് ഒരല്പം വിശുദ്ധി, അല്പം പുണ്യം എനിക്ക് കൂടി തരുമോ എന്ന് ചോദിച്ചാൽ തരാനായിട്ട് അവർക്ക് കഴിയുകയില്ലെന്ന്. പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: ഈശോയെ, തരുന്ന ഓരോ അവസരങ്ങളും വിനിയോഗിക്കുവാനായിട്ട്, പുണ്യങ്ങൾ സമ്പാദിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ അവസാന ശ്വാസത്തിൻ്റെ നിമിഷം വിശുദ്ധനായേക്കാം എന്ന് ചിന്തിച്ചാൽ അത് കഴിയുകയില്ല എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഇത് എപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. ടു ബി ലേറ്റ് ഈസ് എ ട്രാജഡി. ഒരുപാട് താമസിച്ചു പോകുക എന്നാൽ അതൊരു ദുരന്തമാണെന്ന് അത് മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിക്കുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകൻ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ എളുപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവിനെയും എല്ലാ കർദിനാൾമാരെയും മിത്രാന്മാരെയും വൈദികരെയും സന്യാസികളെയും പുരോഹിതരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വിശ്വാസത്തിൽ ആഴപ്പെട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന സ്നേഹിക്കുന്നവരായി വളരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് സഭയിലെ ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക.
അതോടൊപ്പം ഓരോ കുടുംബത്തെയും സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കാം. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടിരിക്കുന്നവരെ, സ്നേഹക്കുറവ്, സംശയരോഗം, ഇതിനാൽ കുടുംബജീവിതത്തിൽ തകർച്ചയുടെ വക്കിലൂടെ, ഡിവോഴ്സിലൂടെ കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ തെറ്റായ ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യുവതി യുവാക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധിയുള്ള സഭയുടെ പ്രതീക്ഷയായി വളരുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രോഗ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക. ആരെങ്കിലുമൊക്കെ കുടുംബത്തിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. സാമ്പത്തിക പരാധീനത, കടബാധ്യത, ബിസിനസ്സിൽ തകർച്ച, ഇതെല്ലാം അനുഭവിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. വീട് സ്വന്തമായിട്ട് ഇല്ലാത്തവരും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തം പേരില്ലാത്തതിൽ വിഷമിക്കുന്നവരും, അതുവഴി വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന യുവാക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ജീവൻ അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നവരെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. പ്രതീക്ഷ, പ്രത്യാശ അവരിൽ നിറയ്ക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക. പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പഠന മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, പഠന വൈകല്യങ്ങളുള്ളവരെ, ഡിസ്ലെക്സിയ പോലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, മാനസിക അസ്വാസ്ഥ്യമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉറക്കക്കുറവ്, മടി, അലസത, അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ മടുപ്പ് അനുഭവിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുടുംബജീവിതത്തിൽ മടുപ്പ് അനുഭവിക്കുന്നവർ, ജോലി മേഖലയിൽ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കുവാനായിട്ട് കഴിയുന്നില്ല, അതോടൊപ്പം ചെയ്യുന്ന ജോലിയിൽ മടുപ്പ് അനുഭവിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതിന് കഴിയാത്തതിൽ വിഷമിക്കുകയും ചെയ്യുന്നവരെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. എൻ്റെ കാര്യം കൂടി ഇപ്പോൾ ഓർത്തിരുന്നെങ്കിൽ, എന്നെ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ എന്ന് വിചാരിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒന്നും ആവശ്യമില്ല, ഇതിലൊന്നും അർത്ഥമില്ല എന്ന് വിചാരിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവർക്കും ആവശ്യമുണ്ട്, അവർക്കും ഈശ്വര സഹായം ആവശ്യമാണ്. അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മരണമടഞ്ഞ പൂർവികരെ സമർപ്പിക്കുക. നമുക്ക് താങ്ങും തണലുമായി നിന്നവർ, ഉപകാരികളായി നിന്നവർ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമുക്ക് കൂട്ടായി നിന്ന കൂട്ടുകാർ, താങ്ങായി നിന്നവർ, എല്ലാവരുടെയും ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. നമ്മുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
സഹോദരങ്ങളെ, നമ്മുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഇവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. പിതാവായ ദൈവമേ, അർപ്പിക്കപ്പെട്ട ഈ ബലിവസ്തുക്കൾ സംപ്രീതിയോടുകൂടി അങ്ങ് കടാക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ പീഡാസഹന രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഭക്തി സ്നേഹത്തോടുകൂടി ഞങ്ങൾ പിൻചൊല്ലുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലുണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. ശാക്തികന്മാരും ധന്യരായ ഭക്തിജോലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു. അവിടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മഴ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് ശ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടോളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ അനുയോഗ്യല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ക്രൂശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജീവിത കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നീറുന്ന ഓർമ്മകളെല്ലാം ഒന്നു മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥാ കരുണാമയാ കനിയണമേ സ്നേഹനാഥാ കാൽവരിനാഥാ കരുണാമയാ കനിയണമേ സ്നേഹനാഥാ. ആഘോഷിതരൂപത്തിൽ നോക്കി ഒന്നനുദപിക്കാൻ കഴിഞ്ഞെങ്കിൽ ആക്രോശിതരൂപത്തിൽ നോക്കി ഒന്നനുദപിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ വചനങ്ങൾ അനുസരിച്ചിന്നും ഒന്നു ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ദിവ്യദാനത്താൽ പരിപോഷിതരായി അങ്ങേ കാരുണ്യം കേണപേക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്നേഹത്തിനായി യാചിക്കുന്നു. അങ്ങേ ആത്മാവിൻ്റെ വർഷത്താൽ സ്വർഗീയ ശക്തി പ്രവേശിച്ചവരായ ഞങ്ങൾ നിഷ്കളങ്കതയോടുകൂടി അങ്ങേ ശുശ്രൂഷിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടി പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവീ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങൾ മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.